നിങ്ങൾക്ക് പോളണ്ടിൽ ഒരു വർക്ക് വിസ കിട്ടാനായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് എത്ര ലക്ഷം രൂപ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും? 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം, അതിൽ കൂടുതൽ? ഇനി ഈ ഒരു തുക കൊടുത്താലും നിങ്ങൾക്ക് ഒരു വർക്ക് വിസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി അറിയാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സ് അറിയാം? എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇതേ തുകയ്ക്ക് നിങ്ങൾക്ക് പോളണ്ടിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും നെറ്റ് ചുളിയും. അയ്യോ, ഇനിയും ഞങ്ങൾ പഠിക്കണ്ടേന്നാണ് പലരും പറയുന്നത്. കാരണം പഠിക്കാനുള്ള മടി കൊണ്ടാണ്. എന്നാൽ അധികം പഠനഭാരമില്ലാത്ത കുറച്ച് കോഴ്സുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ തന്നെ പണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കോഴ്സുകളാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് അവർക്ക് ബ്യൂട്ടീഷ്യൻ ആവാനായിട്ട് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനായിട്ട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് അധികം പഠിക്കാനൊന്നുമില്ല, കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്റ്റഡീസൊക്കെയാണ്. അതേപോലെ തന്നെ സ്പോർട്സിനോട് വളരെയധികം കമ്പമുള്ള നമ്മുടെ കുറച്ച് ആമ്പിള്ളേരുണ്ട്. അവർക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത്തരം കോഴ്സുകൾ സാധാരണ രീതിയിൽ നമ്മൾ യൂറോപ്പിലെ മിക്ക യൂണിവേഴ്സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാലും കാണാറില്ല. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്നാൽ പോളണ്ടിലെ വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ അക്കാഡമിയ വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന ഈ പോളണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സും ചെയ്യാം, മാസ്റ്റേഴ്സും ചെയ്യാം. ബാച്ചിലേഴ്സിൽ ഈ കോഴ്സ് മാത്രമല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ടൂറിസം മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സും വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് അധികം പണച്ചെലവില്ല. അതേപോലെ തന്നെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വെറും 55% മാർക്ക് മാത്രമാണ്. IELTS വേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക് കൊടുക്കുന്ന തുകയ്ക്ക്, അതായത് ഒരു 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഒരു വർഷത്തെ ഫീസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ടായിരുന്നു, ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ടോ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടോ എന്നൊക്കെ. അന്ന് എനിക്ക് അവരോട് പറയാനായിട്ട് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പോർട്ട് അഡ്മിഷൻ ഇവൻറ്റ് കേരളത്തിൽ കൊച്ചിയിൽ IBIS ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാം. ഇത്തരം കോഴ്സുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ആകെ ചെയ്യേണ്ടത് എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ, ഈ ഒരു ഇവൻറ്റിലേക്കുള്ള സീറ്റുകൾ ബുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയെ പറ്റി ഞാനിങ്ങനെ പറയാൻ കാരണം, കുറച്ച് നാളുകളായിട്ട് ഈ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ പോളണ്ടിലേക്ക് എങ്ങനെയാണ് വർക്ക് വിസയ്ക്ക് പോകേണ്ടത്, എങ്ങനെയാണ് വർക്ക് പെർമിറ്റ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവർ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ കാശ് കൊടുത്ത് ഒരു വർക്ക് വിസ നേടിയാലും, ഇനി ഇൻ കേസ് അത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ജോലിയാണ് പോളണ്ടിൽ കിട്ടുക? ഒന്നല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ജോലി, അതിപ്പോൾ അധികം ആൾക്കാർക്ക് കിട്ടാറില്ല. ഇനി ഒരു സ്കിൽഡ് ജോലിക്ക് വേണ്ടി നിങ്ങൾ പോയാലും നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? അല്ലെങ്കിൽ എന്ത് ജോലിയാണ് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത്? ആ ഒരു ജോലിയിൽ നിങ്ങളൊരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തൃപ്തനായിരിക്കുമോ? നിങ്ങൾക്ക് അതിനകത്തൊരു ജോലിക്കയറ്റം കിട്ടുമോ? ഇല്ല. നിങ്ങൾ എന്ത് ജോലിക്കാണോ പോയത് നിങ്ങൾ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ പയ്യെ നിങ്ങൾക്ക് തോന്നി തുടങ്ങും, ഞാൻ വന്നത് ഒരു ചെറിയ ജോലിക്കാണ്, എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം ജോലിക്കയറ്റം കിട്ടില്ല. പല ആൾക്കാരും പിന്നെയാണ് അത് ഓർത്ത് പരാതിപ്പെടുന്നത്. എന്നാൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോയാലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം റിസ്ക് ഇല്ലാതെ പോളണ്ടിലേക്ക് എത്തിപ്പെടാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾക്ക് പോളണ്ടിൽ നിന്നൊരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നാളെ ഒരു ചെറിയ ജോലിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പോളണ്ടിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല ജോലിക്ക് പിന്നീട് വേണമെങ്കിൽ ശ്രമിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല കുട്ടികളും, ഇപ്പോൾ ചിലർ +2 കഴിഞ്ഞതായിരിക്കാം, ചിലർ BTech കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരായിരിക്കാം. ഇവരെല്ലാവരും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈ എഡ്യൂക്കേഷൻസ് എല്ലാം മറച്ചു വയ്ക്കും. എന്നിട്ട് +2 ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. കാരണം എന്താ? ആ ഒരു സമയത്ത് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ ചില ആൾക്കാർ അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് കാരണം ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്, അങ്ങനെ കയറി പോകുന്നുണ്ട്. അവരുടെ ആ ഒരു തീരുമാനം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ +2 കഴിഞ്ഞവർ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ, പെട്ടെന്ന് കാശ് കിട്ടണമെന്നുള്ള ആ ഒരു ത്വരയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. സോ ആ സമയത്ത് നിങ്ങൾക്ക് അന്ന് ചിന്തിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓരോ കുട്ടികളുടെയും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഇത്തരത്തിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോളണ്ടിൽ ചൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രായമാണോ, വർക്ക് ചെയ്യാനുള്ള പ്രായമാണോ, നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കാനായിട്ടുള്ള സമയമുണ്ടോ എങ്കിൽ ഏറ്റവും ബെറ്റർ സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെ പോകുന്നതാണ്.
ഇപ്പോൾ നടക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് സ്കാമുകൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കാമിലേക്ക് ചെന്ന് പെടാതിരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പോളണ്ടിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത് അത്ര മോശമാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം യൂറോപ്യൻ രാജ്യമാണ്, ഷെങ്കൻ്റെ ഭാഗമാണ്. അതേപോലെ പോളണ്ടിൽ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 1 വർഷം പോളണ്ട് സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ എന്തായാലും അറിയാം ഒരു ജോലി പോളണ്ടിലോ അല്ലെങ്കിൽ നിയർ ബൈ കൺട്രീസിലോ എവിടെ വേണമെങ്കിലും ഒരു ജോലി നോക്കാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ പോളണ്ടിലേക്കുള്ള വർക്ക് വിസയ്ക്കാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയ്ക്കാണെങ്കിലും അതിൻ്റെ VFSൽ വിസ സബ്മിഷൻ ഡേറ്റ് കിട്ടാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഈ ഡേറ്റ് കിട്ടാൻ? പല ആൾക്കാരും ഏജന്റുമാർക്ക് കാശ് കൊടുത്തിട്ട്, അതായത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഡേറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഡേറ്റ് എടുത്ത് പോയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കുറച്ച് കുട്ടികൾ റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തതാണ്, അങ്ങനെ അവർ കാശ് കൊടുത്ത് ഡേറ്റ് എടുത്ത് വിസ സബ്മിഷൻ ചെയ്തിട്ടും അവരുടെ വിസ റിജക്റ്റായി. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിജക്റ്റ് ആവാനായിട്ട് ചാൻസ് കൂടുതലെന്നാണ്. അതേപോലെ തന്നെ വേറെ ചിലർ ഇവിടെ ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ദുബായിലും അബുദാബിയിലും അല്ലെങ്കിൽ സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ പോയി ഡേറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാവരുടെയും വിസ റിജക്റ്റ് ആവുന്നു എന്നല്ല പറയുന്നത്, ചിലരുടെയൊക്കെ വിസ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഈ രീതികളൊന്നും ചെയ്യാതിരിക്കുക, അത്തരത്തിലുള്ള മാർഗ്ഗങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വെയിറ്റ് ചെയ്യുക. കാരണം 1 മാസം അല്ലെങ്കിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കോഴ്സുകൾ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് അതിൻ്റെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഡിഫർ ചെയ്യേണ്ടി വന്നാലും ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സുകളിലേക്ക് പോയി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻടേക്ക് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ അടുത്ത ഇൻടേക്ക് വരുന്നത് ഇതേ റോൾ ബാക്കിൽ അടുത്ത സമയത്തായിരിക്കും. അപ്പോൾ 1 വർഷമൊക്കെ ചിലപ്പോൾ കഴിഞ്ഞു പോകും. ഇനി അടുത്ത ചിലപ്പോൾ ഇൻടേക്കിൽ ഇത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പഠിക്കാനായിട്ട് മടിയുള്ളവരും അധികം മാത്സ് അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിനോട് വലിയ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെയുള്ള കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം. അതിനൊക്കെ ഇനി വരും കാലങ്ങളിൽ നല്ല ഡിമാൻഡ് തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്ന കോഴ്സിനൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അവരുടെ പേ സ്കെയിൽ എത്രയാണെന്നും അറിയാം. അപ്പോൾ ഇതൊരു മോശം പ്രൊഫഷനൊന്നും അല്ല, എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളൊരു പ്രൊഫഷനാണ്. സോ ഇതേ കോഴ്സ് നിങ്ങളൊരു യൂറോപ്പിൽ നിന്ന് പോയി പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പോഷറും അത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ഇൻഫർമേഷൻ അറിയാനായിട്ട് കാത്തിരിക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും, അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരയ്ക്കും ബൈ.